ഈ അജിത്ത് ബജർ എന്നെപ്പറ്റി ഒരു വീഡിയോ ഇറക്കി. ഞാൻ പാസ്റ്റർ ഡാനിയലാണ്. ഇദ്ദേഹം അന്യഭാഷയ്ക്കെതിരായിട്ട് പറയുകയാണ്. ITI ന്യൂസ് പറഞ്ഞത് അന്യഭാഷ ഇല്ല എന്നുള്ളതാണ്. ഞാൻ അന്യഭാഷ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ അന്യഭാഷ എന്ന് പറഞ്ഞാൽ പ്രവചനത്തിൻ്റെ കാര്യത്തിനായിട്ടല്ല. ഈ അജിത്ത് ബജറിന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ബൈബിൾ നല്ലോണം പഠിച്ചെങ്കിൽ മാത്രമേ അന്യഭാഷയെ പറ്റി പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അന്യഭാഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ അനുഭവമാണ് അന്യഭാഷ. എന്നാൽ ഈ അജിത്ത് ബജർ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹം എനിക്കെതിരായിട്ട് പറഞ്ഞിരിക്കുക. ഞാൻ 6 ബുക്ക് എഴുതിയെന്ന് പറയുന്ന അന്യഭാഷ പ്രാപിച്ചതിന് ശേഷമാണ് എഴുതിയത്, അല്ലാതെ മറ്റു കാര്യങ്ങളിലോട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞ അന്യഭാഷ പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല. പുള്ളി വിശ്വാസത്തിൽ വന്നു എന്നൊരിക്കലും വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോയി. അത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചതാകുന്ന ദൈവങ്ങൾക്ക് പ്രത്യക്ഷ അനുഭവമായിട്ടാണ് അന്യഭാഷ ലഭിക്കുന്നത്. അല്ലാതെ ഈ അജിത്ത് പറയുന്നത് ഓണം ഏതെങ്കിലും ഭാഷയാണെന്നുള്ളതല്ല. ഭാഷയുണ്ട്, പക്ഷേ അന്യഭാഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന നാവിൽ തരുന്ന ടങ്സാണ്. ആ ടങ്സാണ് എന്താണെന്ന് ചോദിച്ചാൽ അന്യഭാഷയായിട്ട് സംസാരിക്കുന്നത്. അല്ല എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നിരിക്കത്തില്ല. പലർക്കും പല രീതിയിലാണ് അന്യഭാഷ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ അജിത്ത് ബജർ എന്ന് പറയുന്ന ഒരു വിശ്വാസി തിരുവനന്തപുരത്തൊന്നും സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അന്യഭാഷ കിട്ടിയിട്ടില്ല. അദ്ദേഹം ദൈവവിലയിൽ നിന്നും പിന്നോട്ട് പോയിട്ടുള്ള ആളാണ്. പെന്തക്കോസ് വിശ്വാസമാണ് ഏറ്റവും ശക്തമായ വിശ്വാസം. അതുകൊണ്ട് പെന്തക്കോസിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവർക്ക് പിച്ചക്കാശല്ല കൊടുക്കുന്നത്, ധർമ്മശേഖരം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ധർമ്മശേഖരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക്, ഇപ്പോൾ ബൈബിൾ പഠിപ്പിക്കുകയും ബൈബിൾ പ്രാർത്ഥിക്കുകയും ബൈബിൾ പാടുകയൊക്കെ ചെയ്യുന്നതാകുന്ന തൻ്റെ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി, ലീഡർ ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ദശാംശം കൊടുക്കുന്നു. ദശാംശം കൊടുക്കേണ്ടെന്ന് ബൈബിളിലില്ല. ദശാംശം കൊടുക്കണം. അത് ദൈവദാസന്മാർക്ക് കൊടുക്കുന്നു, അങ്ങനെ വിധവമാർക്ക് കൊടുക്കുന്നു, പ്രദേശിക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ പുരോഹിതന്മാർക്ക് കൊടുക്കുന്നു. എന്നാൽ ഇന്ന് അങ്ങനത്തല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഛർദ്ദിച്ച് വച്ചിരിക്കുന്നതാകുന്ന ദശാംശം ദൈവത്തിനായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നവർക്കോ നിങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി അത് കൊടുക്കാം. അത് നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നത്. ഈ ITI ന്യൂസുകാരനും എന്താ ബൈബിൾ എന്നുള്ളത് അറിയത്തില്ല. അതുപോലെ തന്നെ അജിത്ത് ബ്രദറിനും ബൈബിൾ എന്താണെന്നുള്ള അറിയത്തില്ല. അദ്ദേഹം ചുമ്മാതെ ഒരു സൈഡ് എടുത്തുകൊണ്ട് പറയുകയാണ്. ഒരു സൈഡ് മാത്രം എടുത്തുകൊണ്ടല്ല. ഇപ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയുണ്ട്, പരസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതാകുന്ന പ്രാർത്ഥനയുണ്ട്. അന്യഭാഷ എന്ന് പറഞ്ഞ് ദൈവം തരുന്നതാകുന്ന നാവിൽ തരുന്നതാകുന്ന ഭാഷയാണ്, അല്ലാതെ പ്രവചനത്തിന് വേണ്ടിയല്ല. എന്നാൽ അന്യഭാഷയുള്ളവർക്ക് പ്രവചനപരം കിട്ടും. അത് വചനം നമ്മൾ വായിക്കണം, അന്യഭാഷയെപ്പറ്റി വ്യാഖ്യാനിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് എന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ അജിത്ത് ബ്രദർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരന്മാർ മഹാപോഷന്മാരാണ്. അവർക്കെന്ന് ചോദിച്ചാൽ ബൈബിൾ ഒരിക്കലും അറിയത്തില്ല. ഈ തിരുവനന്തപുരത്തുകാർക്ക് ബൈബിൾ അറിയത്തില്ല. അവർക്ക് ബൈബിൾ പഠിപ്പിക്കാനും അറിയത്തില്ല. അതുകൊണ്ട് വചനം നല്ലോണം പറയുന്ന ദൈവമക്കൾക്ക് വേണ്ടി നമ്മൾ ധർമ്മശേഖരം കൊടുക്കുക എന്നുള്ളതാണ്. അല്ല പിച്ചത്തട്ടി കൈയിട്ട് വാരുന്നതൊന്നുമല്ല. ധർമ്മശേഖരം എന്ന് പറയുന്നത് ദാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ദശാംശം അവിടെ വെച്ചിരുന്ന് അത് അവർക്കായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ദശാംശം കൊടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ കൊടുക്കുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ കെട്ടിടം കിട്ടുന്നത്. ഈ അജിത്ത് ബ്രദർ എന്നെപ്പറ്റി പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല അന്യഭാഷ എന്താണെന്നോ എന്തുകൊണ്ടാണ് ഞാൻ അന്യഭാഷ എഴുതിയെന്നോ ഇതൊന്നും അറിയത്തില്ല. ഞാൻ പറയുന്ന അന്യഭാഷ പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിപ്പോൾ അന്യഭാഷ പറയാം. ഷദുറാദന ബൗല ഹംബന റീവ ബൗലത റബന റത്തല റുത്തല ബത്തല ദാലൻ ദൗലുദ റൂബന ദംബന ദീലക്കാലത ബൗഷാരത്തല ബൗലുദ റത്തല ബന്ധക്ഷാലത ബൗഷത റന്ദന വീത കൗലുദ റൂബല ദൗലത്തൗലത്താല അതാല അറാദ. അതുകൊണ്ട് അന്യഭാഷ ഒരുപാടും പറയാൻ കഴിയും, ഒരുപാട് എഴുതാനും കഴിയും. അത് ഈ എന്നെപ്പറ്റി ഈ അജിത്ത് ബ്രദർ പറഞ്ഞതാകുന്ന അത് തെറ്റാണ്. അദ്ദേഹത്തിന് ഒരു ചുക്ക് എന്നെപ്പറ്റി അറിയത്തില്ല. ഞാൻ ബോംബെയിൽ 10-42 വർഷമായിട്ട് ഈ വിശേഷയിൽ തന്നെയാണ്. എന്നെപ്പറ്റി ഒരു ചുക്കും അറിയത്തില്ല. ഞാൻ ആരുടെയും പൈസ മേടിച്ചു ആരെങ്കിലും വീട്ടിൽ പോയി കിടന്നിട്ടൊന്നുമല്ല ഞാൻ സുവിശേഷം പറയുന്നത്. ഞാൻ വിശ്വാസത്താൽ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ അജിത്ത് പറയുന്ന എല്ലാം തെറ്റാണ്. അവന് ഒരു മനുഷ്യനെ എന്ന് വെച്ചാൽ നിന്ദിക്കുന്ന ഒരുത്തനാണ് ഈ അജിത്ത് ബ്രദർ. അതുകൊണ്ട് അവൻ്റെ ആ ഉപദേശം നിങ്ങൾ കേൾക്കാതിരിക്കുക. നിങ്ങൾക്ക് അന്യഭാഷ ബുക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ അഡ്രസ്സ് തന്നാൽ ഞാൻ നിങ്ങൾ അതിൻ്റെ പൈസ 200 രൂപയാണ്. പിന്നെ അയക്കുന്നതിനെല്ലാം കൂടെ 128 രൂപയാവും.
അത് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അന്യഭാഷാ പുസ്തകം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.